നമസ്കാരം, എല്ലാവർക്കും ടെക് ആൻഡ് ഗാഡ്ജറ്റ്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തുടക്കത്തിൽ കണ്ട പോലെ നമ്മൾ പെട്രോളും വെള്ളവും വെച്ചിട്ട് നമ്മൾ കത്തുന്ന ഗ്യാസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ചാനലിൽ ഒരുപാട് DIY വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോസ് ഒക്കെ പോയി കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഇതുണ്ടാക്കാനായി നമുക്ക് ആദ്യമായി ആവശ്യമുള്ളത് 1 ലിറ്ററിൻ്റെ 2 കുപ്പിയാണ്. കൂടാതെ ഒരു കുപ്പിയിൽ പകുതി വെള്ളവും പകുതി പെട്രോളുമാണ് ആവശ്യമുള്ളത്. അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് മീഡിയം സൈസിലുള്ള വാട്ടർ ലെവൽ നോക്കുന്ന പൈപ്പാണ്. ഇത് നിങ്ങൾക്ക് സ്റ്റേഷനറി കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു എയർ പമ്പാണ്. ഇപ്പോൾ ഞാൻ അവിടെ എടുത്തിരിക്കുന്ന എക്കോറെ എയർ പമ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് എയർ പമ്പ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് 2 7-അപ്പിൻ്റെ ക്യാനോ അല്ലെങ്കിൽ മെറിൻഡയുടെ ക്യാനോ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നിങ്ങളുടെ കുപ്പിയുടെ മൂടി ഊരിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ കുപ്പിയുടെ മൂടിയുടെ മുകളിൽ 2 ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ മറ്റേ മൂടിയുടെ മുകളിൽ ഇതുപോലെ 2 ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹോൾ ഇടുമ്പോൾ നമ്മുടെ ഈ പൈപ്പ് ഇതിനകത്ത് കയറ്റി വെക്കാൻ പാകത്തിന് വേണം ഹോൾ ഇടാൻ. അല്ലെങ്കിൽ ഹോളിന് വലിപ്പം അല്ലെങ്കിൽ കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കണക്ഷൻ ഞാൻ കാണിച്ചു തരാം. ടൈം വെറുതെ സ്പെൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ കണക്ഷൻ ഇപ്പോൾ അവിടെ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇപ്പോൾ അവിടെ പെട്രോളും വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കണക്ഷൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഫസ്റ്റ് തൊട്ട്, അതായത് റൈറ്റിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കാണുന്ന വയർ, അത് നമ്മുടെ എയർ പമ്പ് കണക്ട് ചെയ്യാനുള്ള വയറാണ്. അപ്പോൾ ഈ വയറാണ് നമ്മുടെ എയർ പമ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എയർ പമ്പ് വരുന്ന കണക്ഷൻ നമ്മൾ നേരെ എടുത്തിട്ട് പെട്രോൾ ഉള്ള കുപ്പിയുടെ അടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അവിടെ നിന്നും അടുത്ത ഹോളിൽ നമ്മൾ പകുതി മുതൽ, അതായത് കുറച്ച് മുകൾ ഭാഗം മുതൽ നേരെ വെള്ളം നിറച്ചിരിക്കുന്ന കുപ്പിയുടെ ഏറ്റവും അടിയിലേക്കാണ് ആ പൈപ്പ് പോകുന്നത്. ലാസ്റ്റത്തെ പൈപ്പ് നമ്മുടെ ഫ്ലെയിം പുറത്തേക്ക് വരുന്ന പൈപ്പ് നമ്മുടെ നേരത്തെ സെറ്റ് ചെയ്ത പോലെ പകുതി ഏകദേശം ഒരു 1/4 സൈസിൽ നമ്മൾ ഇട്ടുണ്ട്. ഇനി ആ ഔട്ട് വരുന്ന പൈപ്പാണ് നമ്മളെ ബർണറിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കണക്ഷൻ. ഇനി നിങ്ങൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ, അതായത് പൈപ്പ് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്ലൂ ഗണ്ണോ എറാൾഡേറ്റോ വെച്ച് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എയർ ടൈറ്റ് ആയിരിക്കണം, എന്നാലേ ഇത് പ്രോപ്പറായി വർക്ക് ആകത്തുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പെട്രോൾ നിറച്ച കുപ്പി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഇത് വെള്ളം നിറച്ച കുപ്പിയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലും ഓരോ വയറ് പെട്രോളിലേക്കും വെള്ളത്തിലേക്കും ആഴ്ന്ന് നിൽക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ. പൈപ്പിൻ്റെ വലിപ്പം കൂട്ടിയോ കുറച്ചോ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഔട്ട്പുട്ട് വയർ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ലാസ്റ്റ് വയർ ഒന്ന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് നമ്മുടെ മോട്ടറിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടർ ഇട്ട് നോക്കിയാൽ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ പെട്രോളിൽ ഇവിടെ എയർ നിറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ എയർ ടൈറ്റ് ആയിട്ട് നേരെ നമ്മുടെ വെള്ളമുള്ള കുപ്പിയിലേക്കും എയർ വരും. ശേഷം നമ്മുടെ ലാസ്റ്റ് പൈപ്പ്, അതായത് ഔട്ട്പുട്ട് പൈപ്പിലേക്കും നമ്മുടെ എയർ വരും. ഇതാണ് നമ്മുടെ ഫ്ലെയിം. ഇനി നമുക്ക് ബർണർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടൈം കളയേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത്. ഇതിനായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പെപ്സി ക്യാനോ അല്ലെങ്കിൽ മെറിൻഡേൻ്റെ ഏതെങ്കിലും ഒരു ക്യാൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുക ഇതിൻ്റെ അടിഭാഗമാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. രണ്ടിൻ്റെയും അടിഭാഗം ഒരേ സൈസിൽ നിങ്ങൾ മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് രണ്ടൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു സെൻറ്ററിലായിട്ട് ഏകദേശം ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. പിന്നെ അവിടെ ഹോൾ ഇട്ടിട്ട് നമ്മൾ ബർണറിലേക്ക് വരുന്ന കണക്ഷനും ഈ മിറണ്ട ക്യാന് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്യാന് മുറിച്ച് ജസ്റ്റ് ഒരു വട്ടത്തിലൊന്ന് റൗണ്ട് ചെയ്തിട്ട് അതാണ് ഇതിലേക്കും കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ മുകളിൽ കുറച്ച് ആണി വെച്ച് കുറച്ച് ഹോൾ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഫ്ലെയിം വരാനാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ പൈപ്പ് കൊടുക്കുന്നത് ഇത് നേരിട്ട് കൊടുത്താൽ ഉരുകി പോകുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ കൂടുതൽ ലെങ്ത് ആവുന്നത് കൊണ്ടാണ് ഇത് ഞാൻ ഒഴിവാക്കിയത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കത്തിച്ചപ്പോൾ കാണാൻ സാധിക്കും ഫ്ലെയിം വരുന്നത്. അടിപൊളിയായിട്ട് നമ്മുടെ ഫ്ലെയിം വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് യൂസ് ചെയ്യുന്ന പോലെയും യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാൻ സാധിക്കും ഞാൻ നമ്മുടെ ഗ്യാസ് ലൈറ്റർ ഉപയോഗിച്ചും ഇത് കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഒരു മേന്മ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഞാൻ അത്രയും നേരം ഉപയോഗിച്ചിട്ട് തീരെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും പെട്രോൾ തീരെ കുറവാണ് കത്തുന്നത്. അതായത് നമ്മളിപ്പോൾ നേരിട്ട് പെട്രോൾ കത്തിക്കുകയാണെങ്കിൽ പെട്രോൾ ഹൈലി ഡേഞ്ചറസ് ആണ് കത്തുമ്പോൾ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിലൊരു ഓംലേറ്റ് അടിച്ച് നോക്കാം.
നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് നമ്മുടെ അടുപ്പിൻ്റെ മുകളിൽ ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ഷോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓംലേറ്റ് അടിച്ച് നോക്കാൻ ട്രൈ ചെയ്തു, എല്ലാം കുളമായി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുട്ടികളാരും മുതിർന്നവരുടെ സഹായം കൂടാതെ ഇതൊന്ന് ട്രൈ ചെയ്ത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു കണ്ടന്റുമായി പുതിയ വീഡിയോയിൽ കാണാം.